ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം തികച്ചും അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ധീരത എന്താണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ഇത്ര ധൈര്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു എന്ന് എങ്ങനെ നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ളൊരു സംസാരമാണ് ഇന്ന്, ഒരു ടോക്കാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം എന്ന് പറഞ്ഞാൽ അമല ഉത്ഭവയായിട്ടുള്ള ഒരു യുവതിയും കൂടിയാണ്, ഒരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുത്തേക്ക് യുവതിയായിരിക്കുമ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. ആ മാലാഖ പറയുന്നു, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, ഒരു പുത്രനെ പ്രസവിക്കേണ്ടതായിട്ടും വരുന്നു എന്ന ഈ മാലാഖ ഒരു മെസ്സേജ് പോലെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ മെസ്സേജ് നമ്മുടെ ഇപ്പോഴത്തെ യുവതികൾക്ക് ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കിയിട്ടുണ്ടോ? ഊഹിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ആ മെസ്സേജ് കേട്ട ഉടനെ തന്നെ തലകറങ്ങി അവിടെ ബോധം കിട്ടി അവിടെ വീഴുന്ന യുവാക്കളുടെ ഒരു കാലഘട്ടമാണിത്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എന്തോ പ്രേതം, ഭൂതം അല്ലെങ്കിൽ അശരീരി ഇതൊക്കെ കേട്ട് ഇത് നാച്ചുറൽ അല്ല, ഇത് അൺനാച്ചുറലാണ്, ബോധം കിട്ട് അബ്നോർമലായി പോയി ഭ്രാന്ത് പിടിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടാൻ പോകുന്നത്. അല്ലാതെ ഇതിനെ റിയാക്ട് ചെയ്യാനുള്ളൊരു പാകതയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല. അഥവാ മറ്റൊരു ആളുകളാണെങ്കിൽ ഇത് സത്യമാണോ അത് ഫേക്കാണോ എന്ന് അത് സയൻസിന്റെ യുക്തി കൊണ്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ നടന്നതിന് ശേഷം മാത്രമേ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ പഠനത്തിൽ പഠിച്ച് ഒരുപാട് റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ അതിന് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോഴേക്കും ഈ മാലാഖയുടെ പാട്ട് അനുസരിച്ച് പോയിട്ടുണ്ട്. അത് പിന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഇത് കേട്ട ഉടനെ തന്നെ കാരണം ഇങ്ങനെയുള്ളൊരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ഒരു യുവതിക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടുകയാണെങ്കിൽ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ആത്മഹത്യ ചെയ്യാൻ പോവാം എന്നുള്ളൊരു ചിന്തയിലേക്കുള്ള ഒരു സാധാരണയുള്ള ആളുകളൊക്കെ പെൺകുട്ടികൾ ചിന്തിക്കാൻ പോകുന്നത്. കാരണം അതായിരിക്കുള്ള അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഒക്കെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ഒരു ഭയവും പേടിയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യുവാക്കളുടെ കാലമാണ് ഇന്ന് ഉള്ളത്. പിന്നെ എനിക്ക് ഇങ്ങനെ കേട്ട എനിക്ക് അതിനും പറ്റത്തില്ല, എനിക്ക് സമയമില്ല, സാഹചര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യ അടുത്തേക്കൊന്നും ഈ പരിസരത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇവിടെ നിന്ന് പോകില്ല, നോർത്തിലോട്ടാ അല്ലെങ്കിൽ യൂറോപ്പിലോട്ടാ ഓടിക്കളയും, മേലെ ഇങ്ങനത്തെ പ്രശ്നമായിട്ട് വന്നത് നാട്ടിൽ ഇങ്ങനത്തെ മര്യാദക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വിസ മേടിച്ചുകൊണ്ട് വേറെ യൂറോപ്പിലോട്ടൊക്കെ പോയി കളയും എന്ന് പറയുന്ന യുവാക്കളുടെ കാലം കൂടിയാണ്. അപ്പോൾ ഈ സമയത്താണ് പരിശുദ്ധ കന്യാമറിയത്തെ ഒരു വ്യത്യസ്ത യുവതിയാക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ധീരത എന്താണെന്ന് നമ്മൾ അവിടെ തിരിച്ചറിയുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ ആയിരിക്കുന്നു, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ പുത്രൻ നിന്നിലൂടെ ഭൂമിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ലോകരക്ഷകൻ എന്നറിയപ്പെടും. അപ്പോൾ ഇതായിരുന്നു മെസ്സേജ്. ഇത് കേട്ട ഉടനെ പരിശുദ്ധ കന്യകാമറിയം ആ സമയത്തുള്ള ഒരു സാഹചര്യം അനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള ഒരു എന്താണ് സിറ്റിസൺ ലേബൽ എന്നൊക്കെ പറയുന്ന പോലെ ആ കാലഘട്ടത്തിന്റെ ഒരു സന്ദർഭം അനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നിരിക്കട്ടെ. അതായത് കല്യാണം കഴിക്കാത്തൊരു യുവതിയുടെ അടുത്താണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഈ യുവതി ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ
അത് ലീഗലായിട്ടുള്ള ഗർഭധാരണം അല്ല എന്നുള്ളതിൽ 100% ഉറപ്പാവുകയും ആ പെൺകുട്ടിയെ എന്താണ് ഒരു പാപിനിയായിട്ട് ചിത്രീകരിക്കുകയും ആളുകളെല്ലാവരും കൂടിയും ഒരു ശിക്ഷ കൽപ്പിച്ചിടുകയും ചെയ്യും. നമുക്കറിയാം എന്തായിരിക്കും ശിക്ഷ എന്നുള്ളത്. ശിക്ഷ അന്നത്തെ കാലത്തെ ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുക. നമ്മൾ ബൈബിളിൽ കണ്ടിട്ടുണ്ട് പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. അതേപോലെ ഈ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളൊരു ശിക്ഷയിലേക്കാണ് ആളുകൾ ഈ ശിക്ഷയിലേക്കാണ് ആളുകൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ശിക്ഷ ഏകദേശം നമുക്ക് സെബസ്ത്യാനോസിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. സെബസ്ത്യാനോസിനെ മരത്തിൽ കെട്ടിയിട്ട ആളുകളെ അമ്പത് കൊല്ലുന്ന ഒരു ശിക്ഷ അന്നത്തെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു ശിക്ഷയും കാണാം. ആളിനെ ഒരു ഗ്രൗണ്ടിൽ ഒരു മൂലയിൽ കൊണ്ടുപോയി നിർത്തും. അവിടെ വെച്ച് എന്താണ് ആ മൂലയിൽ നിന്ന് വെച്ച് അവിടെ നിർത്തിയിട്ട് ഉടനെ കല്ലെടുത്ത് എറിഞ്ഞ് ചാവണ വരെ എറിയും. ആള് അവിടെ കിടന്ന് വീണ് ചോര വലിച്ച് മുകളിലേക്ക് ആത്മാവ് പോകുന്നത് വരെ എറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു ശിക്ഷ. അപ്പോൾ ഈ ശിക്ഷയാണ് ഈ കന്യാമറിയത്തിന് വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കാണാനുള്ളൊരു ശേഷി ആ കന്യാമറിയത്തിനുണ്ട്. നമുക്കറിയാം ഈ എറിയുന്ന ആളുകളുടെയൊക്കെ കാര്യം നമുക്ക് ആലോചിച്ചാൽ തന്നെ ഈ അടുത്ത് തന്നെ ഒരു സിനിമ ബാഹുബലി എന്ന് പറഞ്ഞാല് വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമയില് ബാഹുബലി കൺക്ലൂഷൻ അതിലായിരുന്നു എന്താണ് തന്റെ കൃഷിയിടത്തിലേക്ക് ആക്രമിക്കാൻ വന്ന പന്നികളെ കൊല്ലാൻ പോകുന്ന ആ ഒരു രാജകുമാരിയും മറ്റ് സംഘത്തിനെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ പന്നിയെ കൊല്ലുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ആരുടെ അമ്പ് കൊണ്ടാണ് പന്നി ചത്തത് എന്ന് നോക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്റെ അമ്പ് കൊണ്ടാണ് ചത്തതെന്ന് പറയുമ്പോൾ എനിക്കൊരു വലിയ ക്രെഡിറ്റ് ആണ്, എനിക്ക് വലിയൊരു കാര്യമാണത്. അതുപോലെ തന്നെയാണ് മറ്റേ എന്റെ അമ്പ് കൊണ്ട് ആ പന്നി ചത്തല്ലോ എന്ന് പറയുമ്പോൾ ആ ക്രെഡിറ്റ് അതുപോലത്തെ കാര്യമാണ് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വരുന്ന ആളുകളുടെ മനോഭാവം. അപ്പോൾ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ആള് വെറുതെ എറിഞ്ഞു കൊല്ലുന്നില്ല, അത് എന്റെ കല്ലുകൊണ്ട് എറിഞ്ഞ് അവൾ മരിക്കണം, കാരണം അവൾ ഒരു ലോകത്തിലൊരു വൈറസാണ്, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട ഒരു വ്യക്തിയാണ്, ഒരു പിശാചാണ്, ചെകുത്താനാണ്, അതിനെ ലോകത്ത് നിന്ന് എറിഞ്ഞ് നശിപ്പിച്ച് കളയണം. അപ്പൊ ആ ആദ്യത്തെ കല്ല് എന്റേതായിരുന്നു, എന്റെ കല്ലുകൊണ്ട് വേണം മരിക്കേണ്ടതെന്ന് ചിന്തിച്ചു വരുന്ന ആളുകളായിക്കോളും കല്ലെറിയാൻ വരുന്നത്. അപ്പോൾ അവരിലേക്ക് എറികൊണ്ട് ചാവേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ളൊരു കാര്യം നടന്നാൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പരിശുദ്ധ കന്യാമറിയത്തിന് നേരത്തെ അറിയാം. പക്ഷെ ഈ വന്നിരിക്കുന്നത് ആരാണ്? അതും അതിന്റെ മുകളിലുള്ള ആളാണ്. വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു മെസ്സഞ്ചറാണ്. അപ്പോൾ ദൈവത്തിനെ കുറിച്ച് കന്യാമറിയത്തിന് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വം എന്ന നിലയിൽ കന്യാമറിയത്തിന് ദൈവത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടും ദൈവഹിതം എന്താണോ അതേ ലോകത്ത് നടക്കുകയുള്ളൂ എന്നറിയുന്നത് കൊണ്ടും ഇതാ ദൈവത്തിന്റെ ദാസി എന്ന് പറയുന്ന ഒരു യുവതിയെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ ഉണ്ട്, ഒരു അഹം എന്നുള്ളൊരു ഭാവമുണ്ട്. എനിക്ക് എൻ്റെ തീരുമാനങ്ങളൊക്കെ എൻ്റെതായിരിക്കണം, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ്, എനിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഹം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ലാണ്ടാവുകയാണ്. എന്നേക്കുമായിട്ട് ആ അഹം ഇല്ലാതാവുന്നു. പിന്നെ നടക്കുന്നത് മറ്റൊരു വ്യക്തിത്വമാണ്. നമ്മുടെ ഈഗോ ഇല്ലാതാവുകയും പിന്നെ ഒരു പുതിയൊരു മനുഷ്യൻ, ഒരു വിശുദ്ധിയിലേക്കുള്ള ഒരു മനുഷ്യനാണ് പിന്നീട് പുറത്തുള്ളത്. ദൈവമാണ്, ആത്മാവിന്റെ പ്രവർത്തനമാണ് മൊത്തം പിന്നീട് നടക്കുന്നത്. അപ്പോൾ ദൈവവചനം അണുവിട തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ ജീവിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ഇത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ഇതിനോട് യെസ് എന്ന് പറയുവാൻ, അതെ എന്ന് പറയുവാൻ ഉള്ളൊരു ധീരത ആ യുവതിക്ക് ലഭിക്കുന്നു. അങ്ങനെ യെസ് എന്ന് പറയുകയും
അതൊരു ലോകപുത്രന്റെ, ലോകരക്ഷകന്റെ എൻട്രിക്ക്, ഭൂമിയിലേക്കുള്ള ഒരു എൻട്രിക്ക് കാരണമാകുവാൻ ഈ യുവതി കാരണമായി തീരുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യാമറിയം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരക്ഷകൻ ഭൂമിയിലേക്ക് വരണം എന്നൊന്നില്ല. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ ഒരു ഒറ്റ യെസ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി യെസ് എന്ന് പറയുകയും ആ യെസ് എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ധീരത എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ധീരത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പരിശുദ്ധ കന്യാമറിയം എത്തണമെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീയും കൂടി ആയിരിക്കണം. അല്ലാതെ വെറുതെ ഒരാളുടെ അടുത്ത് ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ മാത്രമേ ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ധൈര്യം ഉണ്ടാവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരാൻ ഉള്ള ഒരു പക്വതയും പാകതയും ഒരു ആത്മീയ പക്വതയും ആ വ്യക്തിയിൽ വേണം. അപ്പോൾ അങ്ങനെ പാപത്തിൽ മുഴുകി ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പരിശുദ്ധാത്മാവ് എത്ര ബലം പിടിച്ചാലും വരില്ല. പരിശുദ്ധാത്മാവ് കിട്ടിയ ഗ്യാപ്പിലാണ് ഇവിടെ നിന്ന് ഞാൻ ഓടി അകലെയായി ചെയ്യുന്നത്. പാപത്തിൽ പാപത്തെ കെട്ടിപ്പിടിച്ച് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് പരിശുദ്ധാത്മാവിന് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്ഭവത്തിലെ പാപമില്ലാത്ത വ്യക്തി, അമല ഉത്ഭവ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് പാപമില്ലാത്തതുകൊണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിന് പാപമില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിന് വരാനുള്ള, ഹൃദയത്തിലേക്ക് വരാനുള്ള, വ്യക്തിത്വത്തിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം ധീരതയുള്ള വ്യക്തിത്വത്തിനും ധീരതയുള്ള തീരുമാനത്തിനും ധീരതയുള്ള ഒരു സമർപ്പണത്തിനും ധീരതയുള്ള ജീവിതത്തിനും ഉടമയായത് എന്ന് ഇന്ന് അനുമാനിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ധീരതയിലേക്കുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് ഞാനിത് നിർത്തുന്നു.